മുംബൈ അധോലോകത്തിന്റെ ചോരപുരണ്ട ചരിത്രത്തിലെ ആദ്യ റാണി. അതാണ് ജനാബായി ദാരുവാലി. ജനാബി എന്നും മാസി എന്നുമൊക്കെ അവരെ ആളുകൾ വിളിച്ചു. കരീംലാലയും ഹാജി മസ്താനും ദാവൂദുമെല്ലാം ആ സ്ത്രീയുടെ വാക്കുകൾക്ക് മുമ്പിൽ തലകുനിച്ചിരുന്ന കാലം മുംബൈക്കുണ്ടായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് പോയ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്ന, 93 മുംബൈ സ്ഫോടനത്തിൽ മനനൊന്ത് എല്ലാം അവസാനിപ്പിച്ച ജനാബായി വെറുമൊരു മാഫിയ റാണിയായി പറഞ്ഞവസാനിപ്പിക്കേണ്ടതല്ല അവരുടെ ജീവിതം. കുപ്രസ്ഥമായ ബോംബെ അധോലോകത്തിന്റെ പിറവി ജനാബായിയുടെ കൺമുന്നിലായിരുന്നു. അവർ ഒരു ഗുണ്ടാ സംഘത്തെയും നയിച്ചില്ല. എന്നാൽ ഒരു ഗുണ്ടകളും അവരുടെ വാക്കുകളെ ധിക്കരിച്ചിരുന്നില്ല. ഒരു കാലത്ത് ആ സ്ത്രീയുടെ ഉള്ളം കൈയിലായിരുന്നു അന്നത്തെ ദാദാമാർ എന്ന് വേണമെങ്കിൽ പറയാം. ഹാജി മസ്താൻ ചേച്ചിയെന്നും പിന്നീട് വന്ന ദാവൂദ് ഇബ്രാഹിം അമ്മായി എന്നും അവരെ വിളിച്ചപ്പോൾ ആ മഹാനഗരവും അത് ഏറ്റുവിളിച്ചു. ആയിരത്തി 1920-കളിൽ മുംബൈയിലെ ഡോംഗ്രി പ്രദേശത്ത് ഒരു മുസ്ലിം യേമൻ കുടുംബത്തിലാണ് ജനാബായി ജനിച്ചത്. 6 സഹോദരങ്ങളിൽ ഇളയവളായ അവളെ എല്ലാവരും സൈനബ് എന്ന് വിളിച്ചു. ദരിദ്രമായ കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്ന ജനാബായി കുട്ടിക്കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യം കാട്ടിയിരുന്നു. 14-ാം വയസ്സിൽ വിവാഹിതയായ ശേഷവും ജനാബായി സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ പങ്കെടുത്തു. ഒടുവിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ജനാബായിയുടെ ഭർത്താവ് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഒപ്പം ചെല്ലാൻ ജനാബായി തയ്യാറായിരുന്നില്ല. ക്ഷുഭിതനായ ഭർത്താവ് ഒറ്റയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോയി. ജനാബായി തന്റെ 5 കുട്ടികളോടൊപ്പം മുംബൈയിലെ ഡോംഗ്രിയിൽ താമസം തുടർന്നു. കടുത്ത ദാരിദ്ര്യമുണ്ടായിരുന്ന അക്കാലത്ത് സർക്കാർ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ നൽകിയിരുന്ന റേഷനരി മറച്ചുവിറ്റാണ് ജനാബായി കച്ചവടം തുടങ്ങിയത്. അരി കടത്തുന്നതിനിടെ പല മദ്യനിർമ്മാതാക്കളുമായും അവർ ബന്ധം സ്ഥാപിച്ചു. തുടർന്ന് വ്യാജമദ്യം നിർമ്മിച്ച് ഡോംഗ്രിയിൽ തന്നെ വിൽക്കാൻ തുടങ്ങി. ജനാബായിയുടെ വളർച്ചയുടെ കാലമായിരുന്നു പിന്നീട്. ജനാബായി മദ്യത്തോടൊപ്പം മറ്റ് കള്ളക്കടത്ത് ബിസിനസ്സുകളിലും ഏർപ്പെട്ട് ധാരാളം പണം സമ്പാദിച്ചു. അതോടെ അവർ മാഫിയ ക്വീൻ എന്നറിയപ്പെടാൻ തുടങ്ങി. 60-കളിലൊരിക്കൽ വ്യാജമദ്യം വിറ്റതിന് ജനാബായി അറസ്റ്റിലായി. ഏതാനും മണിക്കൂറുകൾക്കകം സമ്മർദ്ദം മൂലം ജനാബായിയെ വിട്ടയക്കാൻ പോലീസ് നിർബന്ധിതമായെന്നാണ് പറയപ്പെടുന്നത്. വരദരാജ മുതലിയാരുമായുള്ള അടുപ്പത്തിൽ നിന്നാണ് അധോലോകത്തെ മറ്റുള്ളവരുമായും ജനാബായി ബന്ധം സ്ഥാപിക്കുന്നത്. വലിയ ഗുണ്ടാ പോരാട്ടങ്ങളിൽ അനുരഞ്ജനത്തിനായി വിളിച്ചിരുന്നത് ജനാബായിയാണ്. ഹാജി മസ്താൻ, കരീംലാല തുടങ്ങിയവർ മുതൽ ദാവൂദ് ഇബ്രാഹിമും ഛോട്ടാ ഷക്കീലുമൊക്കെ അവരുമായി അടുപ്പം പുലർത്തി. അവരാരും തന്നെ ഒരിക്കലും ജനാബായിയുടെ വഴിയിൽ വരാൻ ശ്രമിച്ചിരുന്നില്ല. 70-കളുടെ അവസാന കാലത്ത് തമ്മിലടിച്ചിരുന്ന മസ്താൻ ഗ്രൂപ്പും പഠാൻ ഗ്രൂപ്പും തമ്മിൽ സമാധാനമുണ്ടാക്കിയത് ജനാബായിയാണ്. ഹാജി മസ്താനുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ദാവൂദ് സഹായം തേടിയെത്തിയതും മാസിയുടെ അടുത്താണ്. പോലീസിന് പോലും തലവേദനയായിരുന്ന ആ കുടിപ്പക അന്ന് തീർത്തത് ജനാബായി ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ദാവൂദിന്റെ സഹോദരനെ ഹാജി മസ്താന്റെ ആളുകൾ കൊലപ്പെടുത്തും വരെ ആ സമാധാനം നീണ്ടു. പോലീസ് സംഘവും ജനാബായിയുടെ വാക്കുകൾക്ക് വില കൊടുത്തിരുന്ന കാലമായിരുന്നു അത്. അധോലോകത്തിന്റെ വിവരങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് ഓഫീസർമാരും ആ വീട്ടിലെത്തിയിരുന്നു. ഇൻഫോർമർ ആയതോടെ പോലീസുകാരും അവർക്ക് ഒരു പേരിട്ടു, ജനാ ഖബരി. 1992-നും 93-നും ഇടയിൽ മുംബൈയിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അവർ പ്രവർത്തിച്ചു. ഇതിനിടയിൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തു നിന്നും അധോലോക ബന്ധങ്ങളിൽ നിന്നുമൊക്കെ പതിയെ അകന്നുമാറുകയും ചെയ്തിരുന്നു. 93-ലെ മുംബൈ സ്ഫോടനം ജനാബായിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ദാവൂദിനെ പിന്തുണച്ചതിലൂടെ താനും അതിന് കൂട്ടുനിന്നുവെന്നായിരുന്നു അവരുടെ ചിന്ത. ഇതോടെ ജനാബായി എല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ചു. ലളിത ജീവിതവും പ്രാർത്ഥനയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെയായി പിന്നീട്. മൂത്ത മകനെ അധോലോക സംഘം കൊലപ്പെടുത്തിയപ്പോൾ പകവീട്ടാൻ പോലും ജനാബായി തുനിഞ്ഞില്ല. അധികം വൈകാതെ രോഗബാധിതയായി ജനാബായി മരിച്ചപ്പോൾ മുംബൈ അധോലോകത്തിലെ ഒരു കാലഘട്ടമാണ് അവിടെ അവസാനിച്ചത്. പത്രപ്രവർത്തകനായ ഹുസൈൻ സെയ്ദി എഴുതിയ ക്വീൻസ് ഓഫ് മുംബൈ എന്ന പുസ്തകത്തിൽ ജനാബായിയുടെ കഥ വിവരിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങിയ ശേഷവും വർഗീയതയടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും സമാധാനം പുലർത്താൻ പരിശ്രമിക്കുകയും ചെയ്തതാണ് ജനാബായിയെ വേറിട്ടു നിർത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.